എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ടാലിയിൽ എങ്ങനെയാണ് നമ്മൾ ഇയർ ചേഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഇയർ എൻഡ് പ്രോസസ്സ് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ടാലി വളരെ സിമ്പിളായിട്ടാണ് ടാലിയുടെ ഇയർ എൻഡ് പ്രോസസ്സ് ചെയ്തിട്ട്. ടാലിയിൽ 3 രീതിയിൽ നിങ്ങൾക്ക് ഇയർ എൻഡ് പ്രോസസ്സ് ചെയ്യാം. ഇതിൽ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഫസ്റ്റായിട്ട് വേറെ 2 വീഡിയോ കൂടി ഉണ്ട്, അതിൽ നമ്മൾ ബാക്കി 2 കാര്യങ്ങൾ പറയും. 3 കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഒന്ന്, നമ്മൾ ഇയർ കണ്ടിന്യൂ ചെയ്തു പോവുക, അതായത് നെക്സ്റ്റ് നമ്മളുടെ ഓഡിറ്റിംഗ് വർക്ക് കഴിയുന്നത് വരെ നമ്മളുടെ സെയിം ഡാറ്റയിൽ തന്നെ തുടരുക. നമുക്ക് വേണ്ട ചേഞ്ചസുകൾ വരുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മളുടെ എക്സിസ്റ്റിംഗ് ഡാറ്റയിൽ തന്നെ. രണ്ടാമത്തത്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പുതിയ കമ്പനിയാക്കി മാറ്റി നമുക്ക് മുന്നോട്ട് പോവാം. മൂന്നാമത്തത്, നമുക്ക് പുതിയൊരു കമ്പനിയിലേക്ക് നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റോക്കും ലെഡ്ജേഴ്സും നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 രീതിയിലാണ് ടാലിയിൽ നമുക്ക് ഇയർ എൻഡ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന നമ്മളുടെ ഇയർ എൻഡ് വർക്കുകൾ, അതായത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ഇയർ എൻഡ് പ്രോസസ് ആണ്. അതിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ഇയർ എൻഡ് പ്രോസസ്സ് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ടാലി ഏതാണോ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ടാലി അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോഴത്തെ ടാലി എന്ന് പറയുന്നത് ടാലി പ്രൈം ആണ്. പ്രൈമിൽ ഏത് റിലീസ് ആണെങ്കിലും നമുക്ക് ഈ സ്റ്റെപ്പുകൾ തന്നെയാണ് ചെയ്യാനുള്ളത്. ടാലി ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കമ്പനിയുടെ ലിസ്റ്റ് കാണിക്കും. ഈ ലിസ്റ്റിൽ നമുക്ക് ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കമ്പനിയാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ 1/4/2023 മുതൽ 31 മാർച്ച് 2024 എന്നുള്ള ഡേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മുടെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓരോ കമ്പനിയുടെയും പേരും അതിന്റെ കമ്പനിയുടെ നമ്പറും അതിന്റെ കൂടെ അതിന്റെ ഫിനാൻഷ്യൽ ഇയറും ഇവിടെ കാണിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതാണ് കമ്പനി നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ കമ്പനി നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. നമ്മൾ ഇയർ എൻഡ് പ്രോസസ്സ് അല്ലെങ്കിൽ എന്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഒരു ബാക്കപ്പ് എടുത്ത് വെക്കുക. എന്ത് പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിയാത്തതോ പരിചയമില്ലാത്തതോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ഒരു ബാക്കപ്പ് നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. ബാക്കപ്പ് എടുക്കാൻ ടാലി പ്രൈമിൽ നിങ്ങൾക്ക് പോകേണ്ടത് ഈ ഡാറ്റ എന്ന് പറഞ്ഞ ഈ മെനുവിലാണ്. നമ്മളുടെ കമ്പനി എക്സ്ചേഞ്ചിന് നടുവിലായിട്ട് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള മെനു ഉണ്ട്. ആ ഡാറ്റ എന്ന് പറഞ്ഞ മെനുവിൽ വന്നാൽ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെനു ഉണ്ട്. ഡാറ്റ ഓപ്പൺ ചെയ്തിട്ട് ആ ബാക്കപ്പ് എന്നുള്ള മെനുവിൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇങ്ങനെയൊരു സ്ക്രീനാണ് വരിക. ഇതിൽ നമ്മൾ ബാക്കപ്പിൻ്റെ പാത്ത് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് C:/ എന്നാണ് കാണിക്കുക. നമ്മൾ ഒരിക്കലും നമ്മളുടെ ബാക്കപ്പ് സിയിലേക്ക് ചെയ്യാൻ പാടില്ല. സി അല്ലാത്ത വേറെ ഏതെങ്കിലും ഡ്രൈവ് ഉണ്ടെങ്കിൽ, അതായത് സി മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ സിയിലേക്ക് ചെയ്യുക നിർബന്ധമായിട്ടും. സി അല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രൈവ് DO, EO, FO നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്കാണ് നമ്മൾ ബാക്കപ്പ് എടുക്കേണ്ടത്. ബാക്കപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക. ബാക്ക് സ്പേസ് അടിച്ച ശേഷം നമുക്ക് ഏത് ഡ്രൈവിലേക്കാണോ ബാക്കപ്പ് പോകേണ്ടത് ആ ഡ്രൈവ് ടൈപ്പ് ചെയ്യുക, കോളൻ ഇടുക, എന്നിട്ട് നമ്മളുടെ ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിട്ടുള്ള സ്ലാഷ് അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോൾഡർ നെയിം ആണോ വേണ്ടത് ആ ഫോൾഡർ നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ടാലി ബാക്കപ്പ് എന്നാണ് ടൈപ്പ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഒരു സ്ലാഷും കൂടി അടിക്കുക. കാരണം നമ്മൾ ഓൾറെഡി എടുത്ത ബാക്കപ്പിലേക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ ഒരു ബാക്കപ്പും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ബാക്കപ്പ് എടുക്കുമ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫോൾഡറിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മാർച്ച് 31 നിൽക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ എടുത്ത ബാക്കപ്പ് എന്തെങ്കിലും കാരണവശാൽ ഒരു കറപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അത് നല്ലതായിരുന്നു, 31 ബാക്കപ്പ് കറപ്റ്റഡ് ആണ്, ഇത് 2 കേസ് ആണെങ്കിലും അവിടെയുള്ള ബാക്കപ്പ് ഓവർ റൈറ്റ് ചെയ്യുന്നത് ശരിക്കും നല്ലൊരു പ്രവണതയല്ല. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ഫോൾഡറിലേക്ക് നമ്മൾ എന്നാണോ ബാക്കപ്പ് ചെയ്യുന്നത് നമ്മൾ ആ ഫോൾഡർ നെയിമിന് ശേഷം ഒരു സ്ലാഷ് അടിച്ചതിന് ശേഷം നമ്മൾ ഏത് ഡേറ്റിലാണോ ബാക്കപ്പ് ചെയ്യുന്നത് ആ ഡേറ്റിൽ നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ 31/3/2024 ടൈപ്പ് ചെയ്യുന്നത്. എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളോട് ആ പാത്ത് കാണിക്കും. ഒന്നുകൂടി എൻ്റർ ചെയ്താൽ നമ്മളോട് ചോദിക്കും ആ പാത്ത് നമ്മൾ അവിടെ ഓൾറെഡി ഇല്ലാത്തത് കൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ചാൽ നമുക്ക് ആ പാത്ത് ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം എൻ്റർ ചെയ്താൽ നമ്മളുടെ കമ്പനിയുടെ പേര് അവിടെ കാണിക്കും. നമ്മൾ എവിടെയാണോ നമ്മളെ കമ്പനി സേവ് ചെയ്തിട്ടുള്ള ആ പാത്ത് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്താൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് അത് ബാക്കപ്പ് ആവും. നമ്മൾ കഴിയുന്നതും ഒരു
ഒന്നോ രണ്ടോ ബാക്കപ്പ്, കാരണം നമ്മളുടെ ഇയർ എൻഡിലുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ഡാറ്റ സേഫ് ആക്കി വെക്കാൻ ഒന്നിൽ കൂടുതൽ ബാക്കപ്പ് എടുത്തു വെക്കുന്നത് എപ്പോഴും സേഫ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ബാക്കപ്പ് നിങ്ങൾ എടുത്തു വെക്കുക. എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ കമ്പനി ഓപ്പൺ ചെയ്താൽ വരുന്ന ഈ സ്ക്രീനിന് നമ്മൾ പറയുന്ന പേരാണ് ഗേറ്റ് വേ ഓഫ് ടാലി. ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വെച്ചിട്ട് നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്യുക, F2 എന്നുള്ള ഫംഗ്ഷണൽ കീ F2 ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് പീരീഡ് എന്നുള്ള നമ്മളുടെ സ്ക്രീന് ഓപ്പൺ ആയിട്ട് വരും. ഈ ചേഞ്ച് പീരീഡ് എന്നുള്ള സ്ക്രീനിൽ നമ്മളുടെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അടിക്കുക. 1/4/2024 എൻഡ് ഡേറ്റ് 31/3/2025 എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്താൽ നമ്മളുടെ കറണ്ട് കമ്പനി നമ്മൾ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാറ്റി. പക്ഷേ ഈ മാറ്റുന്ന സെറ്റിംഗ്സ് സേവ് ആവണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഒറ്റൊരു എൻട്രി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പേയ്മെന്റോ റെസിപ്റ്റോ ജേണലോ സെയിൽസോ പർച്ചേസോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, കോൺട്രേ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ടാലിയുടെ ഫിനാൻഷ്യൽ ഇയർ നെക്സ്റ്റ് ഇയറിലേക്ക് കൺവേർട്ട് ആയി. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ എൻട്രീസും നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഞാൻ ചെയ്ത ലാസ്റ്റ് എൻട്രി 30 മാർച്ച് 2024 എന്നാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മളുടെ പഴയ ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് എൻട്രി ഡേറ്റ്. നമ്മൾ അക്കൗണ്ടിംഗ് വൗച്ചർ എന്നുള്ള മെനുവിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഒരു പേയ്മെന്റോ റെസിപ്റ്റോ എന്തെങ്കിലും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇയർ എൻഡ് പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പൊ ഞാനിവിടെ ക്യാഷ് അടിച്ചു, ജസ്റ്റ് റെന്റ് എന്നുള്ളൊരു എൻട്രി അടിക്കുകയാണ്. 5000 റെന്റ് അടിച്ചു. ഏത് മാസത്തെ റെന്റാന്നുള്ള നറേഷൻ കൊടുക്കുന്നവർക്ക് നറേഷൻ കൊടുക്കുക. ജസ്റ്റ് എൻറ്റർ ചെയ്തു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇയർ 1/4/2024 ഒന്നാമത്തെ എൻട്രി ഇവിടെ കയറി. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ടാലി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മളുടെ കമ്പനി 1/4/23 മുതൽ 2025 31/3/2025 വരെയുള്ള കമ്പനിയാക്കി മാറിയിട്ടുണ്ട്. അതായത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റയുണ്ട്, ഈ വർഷത്തെ ഡാറ്റയുണ്ട്. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാറി. നമ്മൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡേറ്റ് 1/4/2024 ആണ് പിന്നെ കാണിക്കുന്നത്. ഇങ്ങനെ പീരീഡ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ എങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക, ഓപ്പൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇതിപ്പോൾ നമ്മളുടേത് 1/4/2023 മുതൽ 31/3/2025 വരെയുള്ള കമ്പനിയാണ്. നമ്മൾ ജസ്റ്റ് നമ്മളുടെ കമ്പനിയുടെ സെലക്ഷൻ ലിസ്റ്റ് എടുത്താൽ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നമ്മളുടെ ഇയർ. ഇപ്പോൾ നമ്മളുടേത് പ്രീവിയസ് ഇയറും ഇവിടെ തന്നെ ഉണ്ട്, നമ്മളുടെ കറണ്ട് ഇയറും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ തുറന്നു വരുന്ന ഫസ്റ്റ് സ്ക്രീനിൽ നമ്മൾ പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഓൾട്ട് F2 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് പീരീഡ് എന്നുള്ള സ്ക്രീൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഈ സ്ക്രീനിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തതും കൂടി നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പീരീഡ് മാറ്റി കൊടുക്കുകയാണ് വേണ്ടത്. 1/4/2023 മുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 31/3/24 മാത്രം കൊടുക്കുക. അതല്ലെങ്കിൽ 25 വരെയുള്ള ഫുൾ ട്രാൻസാക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ പീരീഡ് നമുക്ക് ഒന്നിച്ച് കൊടുക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. 24 കൊടുത്താലും നമുക്ക് എടുക്കാൻ പറ്റും. 24 കൊടുത്താൽ 24 വരെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ കാണിക്കുള്ളൂ എന്നുള്ള പ്രത്യേകത മാത്രമേ അവിടെ ഉള്ളൂ. 24 ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്സ് നമ്മൾ സെയിൽസ് രജിസ്റ്റർ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുള്ള മാർച്ചിൽ ചെയ്തിട്ടുള്ള എൻട്രീസ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലേക്ക് പോകാൻ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാകെ എത്രയേ ഉള്ളൂ, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് ജസ്റ്റ് ഓൾട്ട് F2 ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ 1/4/2023 കൊടുക്കുക. 31/3/2024 നിങ്ങൾക്ക് 25 രണ്ടിൽ ഏത് പീരീഡ് വേണമെങ്കിലും കൊടുക്കാം. സ്റ്റാർട്ടിംഗ് ഇയർ മാത്രമാണ് നമ്മൾ 23 കൊടുക്കേണ്ടത്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ 24 കൊടുക്കുന്നതെങ്കിൽ പീരീഡ് 25 ആക്കിയാൽ നമ്മളെ കറണ്ട് ഇയറിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. 24-25 വരെ കൊടുക്കുകയാണെങ്കിൽ, അതായത് 1/4/23 മുതൽ 25 വരെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2023 കണക്കുകൾ നോക്കുകയും ചെയ്യാം. അതിൽ എന്തെങ്കിലും എൻട്രി ഇടാനുണ്ടെങ്കിൽ എൻട്രി ഇടാം. കൂടാതെ നമുക്ക് കറണ്ട് ഇയറിലെ ട്രാൻസാക്ഷൻസും ചെയ്യാൻ പറ്റും. ഒരു ഫിനാൻഷ്യൽ ഇയർ മാത്രം കൊടുക്കുകയാണെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയർ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 1/4/23 മുതൽ 24 വരെയാണ് കൊടുത്തതെങ്കിൽ നമ്മളെ കറണ്ട് ഇയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പീരീഡ് പിന്നെയും നമ്മൾ 1/4/2024 മുതൽ 31/3/2025 വരെ കൊടുത്താൽ മാത്രമേ നമുക്ക് കറണ്ട് ഇയറിലെ എൻട്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് അല്ലെങ്കിൽ നമ്മളുടെ ഇയർ എൻഡ് പ്രോസസ്സ്, ടാലിയിൽ നമ്മളുടെ ഇയർ എൻഡ് പ്രോസസ്സ് ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. വൗച്ചർ നമ്പർ കറക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ അടുത്ത ലിങ്ക് ആയിട്ട് ഇടുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം വൗച്ചർ നമ്പർ നമ്മൾ എല്ലാവരും ചെറിയ എക്സ്റ്റൻഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.